ഹലോ എവരിവൺ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫീച്ചേഴ്സ് ഓഫ് സി ലാംഗ്വേജിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യത്തെ ഫീച്ചേഴ്സാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്താണെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. ഹൈ ലെവൽ ലാംഗ്വേജിനെ കുറിച്ച് അറിയാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഇത് കാണുന്നത് നന്നായിരിക്കും. സി ലാംഗ്വേജ് ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്കൊരു മെഷീൻ്റെ ആർക്കിടെക്ചറിനെ പറ്റിയൊന്നും അറിയേണ്ടെന്ന ആവശ്യമില്ല നമ്മൾ കോഡ് എഴുതാനായിട്ട്. നമുക്ക് ആകെ അറിയേണ്ടുന്നത് സി ലാംഗ്വേജിൻ്റെ കീവേഡ്സ്, വേരിയബിൾസ്, അതിൻ്റെ സ്ട്രക്ചർ, ഫങ്ഷൻസ് തുടങ്ങിയ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് ഒരു സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മെഷീൻ്റെ ആർക്കിടെക്ചറിനെ പറ്റിയിട്ടോ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിനകത്ത് അറിയേണ്ടതില്ല. അതാണ് സി ലാംഗ്വേജിൻ്റെ ഫസ്റ്റ് ഫീച്ചർ. രണ്ടാമത്തെ ഫീച്ചറാണ് കീവേഡ്സ്. സി ലാംഗ്വേജിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അതിന് വളരെ കുറവ് മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ അപേക്ഷിച്ച് വളരെ കുറവ് കീവേഡ്സ് മാത്രമേ ഇതിനുള്ളൂ. ഏതാണ്ട് 32 കീവേഡ്സ് മാത്രമേ സി ലാംഗ്വേജിനുള്ളൂ. തേർഡ് വൺ, കോർ ലാംഗ്വേജ്. ഒരുപാട് ഹൈ ലെവൽ ലാംഗ്വേജസ് നമ്മുടെ സി ലാംഗ്വേജിനെയാണ് പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാനുള്ള സ്ട്രക്ചറിനകത്തും ഫങ്ഷൻസിനകത്തൊക്കെ ഒരുപാട് ആശയങ്ങൾ എടുത്തിരിക്കുന്നത് സി ലാംഗ്വേജിൽ നിന്നാണ്. അതുപോലെ തന്നെ സി ലാംഗ്വേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പല ലാംഗ്വേജസും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് നമുക്ക് സി ലാംഗ്വേജിനെ ഒരു കോർ ലാംഗ്വേജ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ദെൻ ഫോർത്ത് വൺ, പോർട്ടബിൾ. സി ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന ഒരു സോഴ്സ് കോഡ് നമുക്ക് ഏത് മെഷീനിൽ വേണമെങ്കിലും വർക്ക് ചെയ്യാം. ഒരു പർട്ടിക്കുലർ മെഷീനിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു സോഴ്സ് കോഡ് എന്ത് ചെയ്യാം, മറ്റനേകം മെഷീൻസിന് വേണമെങ്കിലും നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാം. അങ്ങനെ ഒരു മെഷീൻ ഡിപ്പെൻഡൻ്റ് അല്ലാത്തത് കൊണ്ടാണ് സി ലാംഗ്വേജിനെ നമ്മൾ പോർട്ടബിൾ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ദെൻ ഫിഫ്ത്ത് വൺ, ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പർട്ടിക്കുലർ ഫങ്ഷൻ ഒരു പ്രോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഫങ്ഷൻ കോൾ ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണമെങ്കിൽ SQRT എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഫംഗ്ഷൻ കോൾ ചെയ്താൽ മതി. എന്നിട്ട് ഏത് നമ്പറിൻ്റെ ആണോ നമുക്ക് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നത് ആ നമ്പർ ബ്രാക്കറ്റിൽ കൊടുത്താൽ മതി. നമുക്കതിൻ്റെ സ്ക്വയർ റൂട്ട് ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടും. അതിന് വേണ്ടുന്ന കോഡ് എഴുതി കൊടുക്കണ്ട. അതിന് വേണ്ടുന്ന കോഡുകളെല്ലാം പ്രീ റിട്ടൺ ആയിട്ട് ആ ഫംഗ്ഷനകത്ത് തന്നെ കാണും. അങ്ങനെ ചെയ്യുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അതേപോലെ ഓപ്പറേറ്റേഴ്സ്. സി സപ്പോർട്ട് ചെയ്യുന്ന കുറേ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, അങ്ങനെ ഒട്ടനവധി ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഓപ്പറേറ്റേഴ്സിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ വിശദമായി തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫീച്ചർ എന്നുള്ള രീതിയിൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസും ഓപ്പറേറ്റേഴ്സിനെ പറ്റി ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വയ്ക്കാം. പിന്നെ വരുന്നത് സ്ട്രക്ചേർഡ് ലാംഗ്വേജ്. സിക്ക് കൃത്യമായ ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിനൊരു ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ ഉണ്ട്, ഒരു ഡിക്ലറേഷൻ സെക്ഷൻ ഉണ്ട്, ഒരു മെയിൻ സെക്ഷൻ ഉണ്ട്. അപ്പോൾ അത് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ അതേപോലെ നമ്മൾ മനസ്സിലാക്കി എവിടെയൊക്കെ ഫങ്ഷൻസ് കൊടുക്കണം, എവിടെയൊക്കെ വേരിയബിൾസ് കൊടുക്കണം, എവിടെയാണ് ഓപ്ഷണലായിട്ടും മാൻഡേറ്ററി ആയിട്ടും അതായത് നിർബന്ധമായിട്ട് ചെയ്യേണ്ടുന്ന സെക്ഷൻസും ഉണ്ട്, പ്രോഗ്രാമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വെക്കേണ്ടുന്ന സെക്ഷൻസും ഉണ്ട്. അതെല്ലാം ആ ഒരു സ്ട്രക്ചേർഡ് ലാംഗ്വേജിനകത്ത് നമ്മൾ പറയും. ഏതാണ് ഓപ്ഷണൽ, ഏതാണ് നിർബന്ധമായിട്ടും ചെയ്യേണ്ടത്. ഓപ്ഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രോഗ്രാമിന് ആവശ്യമെങ്കിൽ ആ ഭാഗം നമുക്ക് ഉപയോഗിക്കാം. മാൻഡേറ്ററി അല്ലെങ്കിൽ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി നമ്മൾ അത് പാലിച്ചില്ലെങ്കിൽ നമുക്ക് പ്രോഗ്രാമിന് എറർ വരും. അതാണ് അതിൻ്റെ പ്രത്യേകത. അടുത്ത ഫീച്ചറാണ് പോയിന്റേഴ്സ്. പോയിന്റേഴ്സ് മെമ്മറിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സെക്ഷനാണ് പോയിന്റേഴ്സ്. നമ്മളൊരു വേരിയബിൾ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വേരിയബിള് മെമ്മറിയിൽ എവിടെയാണ് കിടക്കുന്നത് അല്ലെങ്കിൽ ആ വേരിയബിളിൻ്റെ അഡ്രസ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്തുപയോഗിക്കാം, പോയിന്റേഴ്സ് ഉപയോഗിക്കാം. മെമ്മറിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഏത് കാര്യങ്ങൾക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സെക്ഷനാണ് ഏത് പോയിന്റർ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് മോഡുലാർ ലാംഗ്വേജ്. ഒരു വലിയ പ്രോഗ്രാമിനെ നമ്മുടെ ആവശ്യാനുസരണം ചെറിയ ചെറിയ സെക്ഷനാക്കി ചെയ്യുന്നതിനെയാണ് നമ്മൾ മോഡുലാർ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് റെക്റ്റാങ്കിളിൻ്റെയും സ്ക്വയറിൻ്റെയും സർക്കിളിൻ്റെയും ഒക്കെ ഏരിയ കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ ഏരിയ ഫോർ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ചെയ്യാം. അതിനകത്ത് റെക്റ്റാങ്കിൾ കണ്ടുപിടിക്കേണ്ട ഫോർമുല കൊടുത്താൽ മതി. ഏരിയ ഫോർ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ചെയ്തിട്ട് സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടെ ക്ലബ് ചെയ്തൊരു വലിയ സെക്ഷൻ കൊടുക്കുന്നതിന് പകരം നമ്മളുടെ ആവശ്യാനുസരണം ഒരു പ്രത്യേക സെക്ഷൻ ആക്കി ഇടുന്നു. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എറേഴ്സ് വല്ലതും വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ഈ മോഡുലാർ ലാംഗ്വേജിൻ്റെ ഒരു പ്രത്യേകത. നെക്സ്റ്റ് വൺ ആണ് കേസ് സെൻസിറ്റീവ്. കേസ് സെൻസിറ്റീവ് നമ്മൾ സി ലാംഗ്വേജ് ചെയ്യുമ്പോൾ നമ്മൾ പ്രോഗ്രാം കോഡൊക്കെ എഴുതി കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സെക്ഷനാണ് കേസ് സെൻസിറ്റീവ്. നമ്മളൊരു വാക്ക് നമ്മളിപ്പോൾ ടൈം ടേബിൾ എന്നൊക്കെയുള്ളൊരു വാക്ക് പറയുവാണെങ്കിൽ നമ്മൾ എപ്പോഴായാലും ടൈം ടേബിളിന് ഒരു മീനിങ്ങേ ഉള്ളൂ. പക്ഷേ
ലാംഗ്വേജിനകത്ത് നമ്മൾ കോഡ് എഴുതി കൊടുക്കുമ്പോൾ ഡിക്ലറേഷൻ പാർട്ടിൽ ടൈം ടേബിൾ എന്നുള്ളതെല്ലാം സ്മോൾ ലെറ്ററിലും, വീണ്ടും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്ന പാർട്ടിൽ ടൈം ടേബിളിൻ്റെ ഏതെങ്കിലും ഒരു ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററിലൊക്കെ വന്നു കഴിഞ്ഞാൽ കമ്പൈലർ അത് ഐഡൻറ്റിഫൈ ചെയ്യത്തില്ല. അപ്പോൾ അത് കമ്പൈൽ ടൈമിൽ നമുക്ക് എറർ വരും. അപ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ എങ്ങനെയാണോ അതേപോലെ ഡിക്ലെയർ ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെ വേണം നമ്മൾ പ്രോഗ്രാമിൽ എവിടെയൊക്കെ ആ വാക്ക് ഉപയോഗിക്കുന്നത് അവിടെയെല്ലാം നമ്മൾ ഉപയോഗിക്കാൻ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് കേസ് സെൻസിറ്റീവ്. അതിനെയാണ് നമ്മൾ കേസ് സെൻസിറ്റീവ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഒക്കെ രണ്ടും രണ്ടായിട്ട് തന്നെ ആയിരിക്കും കമ്പൈലർ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന നേരത്ത് അത് കൺസിഡർ ചെയ്യുന്നത്. ഒരേപോലെ വാക്കൊന്നാണല്ലോ അല്ലെങ്കിൽ മീനിങ് ഒന്നാണല്ലോ എന്നുള്ളത് നമ്മൾ ധരിക്കരുത്. ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കുന്നത് ഒന്നായിട്ടും സ്മോൾ ലെറ്ററിലാണെങ്കിൽ അത് മറ്റൊന്നായിട്ടും, അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഒരു ലെറ്റർ മാറ്റിയൊക്കെ കൊടുക്കത്തില്ലേ, അതെല്ലാം വെവ്വേറെ ആയിട്ടായിരിക്കും കമ്പൈലർ കൺസിഡർ ചെയ്യുക. ലാസ്റ്റ് വൺ, ഡൈനാമിക് മെമ്മറി ലൊക്കേഷൻ. ഡൈനാമിക് മെമ്മറി ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇഷ്ടാനുസരണം ഒരു വേരിയബിൾ അല്ലെങ്കിൽ അറേ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മെമ്മറി സ്പേസ് അലോക്കേറ്റ് ചെയ്യാനും ആവശ്യമില്ലാത്ത മെമ്മറി നമുക്ക് ഒഴിവാക്കാനും ഒക്കെ പറ്റും. അതിനെയാണ് നമുക്ക് ഡൈനാമിക് മെമ്മറി ലൊക്കേഷൻ എന്ന് പറഞ്ഞത്. റൺ ടൈമിൽ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ഓരോ വേരിയബിൾസിനും മറ്റു ഫംഗ്ഷൻസിനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, മെമ്മറി സ്പേസ് നമുക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം. MLOK എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡൈനാമിക്കലി നമുക്ക് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇത്രയുമാണ് പ്രധാനമായിട്ടും നമ്മൾ സി ലാംഗ്വേജിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. അതിന് വളരെ കുറച്ച് അറൗണ്ട് 32 കീവേഡ്സ് മാത്രമേ ഉള്ളൂ. പല ലാംഗ്വേജുകളും അതിൻ്റെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനായിട്ട് CA ഉപയോഗിക്കുന്നത് കാരണം അതൊരു കോർ ലാംഗ്വേജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ പോർട്ടബിൾ ആണ്. ഒരു മെഷീന് വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്ന കോഡ് നമുക്ക് ഏത് വ്യത്യസ്ത മെഷീനിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്യാം. അതുപോലെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ്, ഓപ്പറേറ്റേഴ്സ്. ഓൾറെഡി കോഡ് എഴുതി വെച്ചിരിക്കുന്ന ഫംഗ്ഷൻസിനെയാണ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ജസ്റ്റ് യൂസ് ചെയ്താൽ മാത്രം മതിയാകും, അതിനകത്ത് കോഡ് എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഓപ്പറേറ്റേഴ്സ്, നമുക്ക് അഡീഷൻ ചെയ്യണോ അതല്ലെന്നുണ്ടെങ്കിൽ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് വെച്ച് ചെയ്യണോ, എന്ത് കാര്യങ്ങൾ ചെയ്യണോ, ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ, ഇതെല്ലാത്തിനും വേണ്ടിയിട്ട് സിക്ക് ഒരു സ്പെഷ്യൽ സീക്വൻസ് ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. പിന്നെ സ്ട്രക്ചേർഡ് ലാംഗ്വേജ്, കൃത്യമായ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഘടന സി ലാംഗ്വേജിനുണ്ട്. ദെൻ പോയിന്റേഴ്സ് എന്താണ്? മെമ്മറിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഏത് കാര്യങ്ങൾ വന്നാലും നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ഒരു കീവേഡാണ് ഏതെന്ന് പറയുന്നത്, പോയിന്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ മോഡുലാർ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പ്രോഗ്രാമിനെ ആവശ്യമെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ സെക്ഷൻസ് ആക്കി മാറ്റി പ്രത്യേകം കോഡ് എഴുതി കൊടുക്കാം. അതിനെയാണ് നമ്മൾ മോഡുലാർ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ദെൻ കേസ് സെൻസിറ്റീവ്, ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി കൊടുക്കുന്ന വാക്കുകളും സ്മോൾ ലെറ്ററിൽ എഴുതി കൊടുക്കുന്ന വാക്കുകളും രണ്ടും രണ്ടായിട്ടാണ് കമ്പൈലർ ട്രീറ്റ് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് വൺ, ഡൈനാമിക് മെമ്മറി ലൊക്കേഷൻ. അതായത് നമ്മൾ കൊടുക്കുന്ന ഓരോ കാര്യങ്ങൾക്കും റൺ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം. ആവശ്യമില്ലെങ്കിൽ ആ മെമ്മറി നമുക്ക് അവോയ്ഡ് ചെയ്യുകയും ചെയ്യാം. ഇത്രയുമാണ് ഫീച്ചേഴ്സ് ഓഫ് സി ലാംഗ്വേജസിനകത്ത് വരുന്നത്. താങ്ക് യു.